എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് റോസറ്റ് കുക്കിയുടെ റെസിപ്പി ആയിട്ടാണ്. റോസറ്റ് കുക്കി എന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല, നമ്മുടെ അച്ചപ്പം പോലെ ഇരിക്കുന്ന ഒരു അടിപൊളി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി അച്ചപ്പം തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ഉത്ഭവം എന്ന് പറയുന്നത് സ്വീഡനിലാണ്. അപ്പോൾ സ്വീഡൻ്റെ ട്രഡീഷണൽ ആയിട്ടുള്ള ക്രിസ്മസ് റെസിപ്പിയാണ് ഈ ഒരു കുക്കി. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ സാധാരണ അച്ചപ്പം ചെയ്യുന്ന പോലെ തന്നെ നമുക്കൊരു അച്ച് വേണം. ഈ അച്ചെന്ന് പറയുന്നത് നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും. ഇതെല്ലാവരുടെ വീട്ടിലും കാണുന്നതാണ്. അപ്പോൾ ഞാനിവിടെ പുതിയതായിട്ട് വാങ്ങിച്ചിട്ടുള്ള സ്റ്റീലിൻ്റെ അച്ചാണ്. ഇനി നമുക്ക് ഈ റെസിപ്പിക്ക് വേണ്ടിയിട്ട് 2 മുട്ടയാണ് വേണ്ടത്. 2 മുട്ട എന്ന് പറയുമ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ്. ഫ്രിഡ്ജിൽ നിന്ന് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് മുന്നേ തന്നെ എടുത്ത് പുറത്ത് വെക്കാം. അപ്പോൾ ഒരു ചെറിയൊരു പാത്രത്തിലേക്ക് നമുക്ക് ഈ 2 മുട്ട ഒന്ന് പൊട്ടിച്ചൊഴിക്കാം. അപ്പോൾ നമ്മുടെ സാധാരണ അച്ചപ്പം നമ്മൾ അരി വെച്ചിട്ട് തേങ്ങാപ്പാലിലൊക്കെയാണ് ചെയ്യുന്നത്. പക്ഷേ ഇത് കുറച്ച് വ്യത്യാസമാണ്. ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അപ്പോൾ ട്രഡീഷണൽ ആയിട്ടുള്ള റെസിപ്പിയിൽ ഇവർ ഈ ബാറ്ററിൽ പഞ്ചസാര ഇട്ട് കൊടുക്കില്ല. പക്ഷേ നമ്മൾ ഇടുമ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര ഇടുമ്പോൾ നല്ലൊരു എക്സ്ട്രാ ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പിട്ട് കൊടുക്കാം, ആ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ഒരു ഫോർക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു വിസ്ക് വെച്ചിട്ടോ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട, അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് പാലൊഴിച്ച് കൊടുക്കാം. പാലെന്ന് പറയുമ്പോൾ പശുവും പാലാണ്. ഇത് ഫുൾ ഫാറ്റ് മിൽക്കാണ്. തിളപ്പിക്കണമെന്നൊന്നുമില്ല, പച്ചപ്പാൽ ഒഴിച്ചു കൊടുക്കാം. പക്ഷേ ഫ്രിഡ്ജിൽ നിന്നും ഡയറക്റ്റ് എടുത്ത് ഒഴിക്കരുത്, റൂം ടെമ്പറേച്ചറിൽ വന്നിട്ട് വേണം ഒഴിക്കാനായിട്ട്. പാൽ കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. 1 കപ്പ് എന്ന് പറയുന്നത് 250 ml കപ്പാണ്. അപ്പോൾ ഈ മൈദ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മൈദയോ ഗോതമ്പ് പൊടിയോ ഇട്ട് കൊടുക്കാം. പക്ഷേ ഗോതമ്പ് പൊടി വെച്ചിടുമ്പോൾ ഇത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടില്ല. അപ്പോൾ മൈദ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. മൈദ കുറേശ്ശായിട്ട് ഇട്ടിട്ട് കട്ട കെട്ടാതെ നന്നായിട്ടൊന്ന് ഇത് മിക്സ് ചെയ്തെടുക്കാം. മുഴുവനും മൈദയും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 കപ്പ് മൈദയ്ക്ക് 1 കപ്പ് പാലെന്നുള്ളതാണ് കറക്റ്റ് അളവ്. അതുപോലെ 2 മുട്ട. ഇനി നിങ്ങൾ പകുതിയാണ് നിങ്ങൾക്ക് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ മെഷർമെൻ്റ് എല്ലാം നേരെ പകുതിയാക്കിയാൽ മതി. അപ്പോൾ നന്നായിട്ട് നമ്മളിപ്പം മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ബാറ്റർ വന്നിരിക്കുന്നത് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ്. അപ്പോൾ ഒരുപാട് ലൂസും അല്ല ഒരുപാട് തിക്കും അല്ലാത്ത നല്ല സ്മൂത്തായിട്ടുള്ളൊരു ബാറ്ററാണ്. ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഒരു ചെറിയ പാത്രത്തിൽ നമ്മൾ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എണ്ണ നന്നായിട്ട് ചൂടായി വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ നമുക്ക് ഈ അച്ച് അതിലേക്ക് മുക്കിയിട്ട് നന്നായിട്ട് ചൂടാക്കി എടുക്കണം. അപ്പോൾ പുതിയതായിട്ട് മേടിച്ച അച്ചാണെങ്കിൽ ആദ്യത്തെ തവണ അതിൽ ഒട്ടിപ്പിടിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ രണ്ടാമത്തെ തവണ തൊട്ട് നന്നായിട്ട് കിട്ടും. അപ്പോൾ ഈ അച്ച് 2 മിനിറ്റ് ഇതിൽ ഇട്ട് നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം മാത്രമാണ് നമ്മൾ ബാറ്ററിലേക്ക് മുക്കി കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഒരു പ്ലേറ്റിൽ ഇതുപോലെ ഒരു ടിഷ്യൂ പേപ്പർ എടുത്ത് വെക്കുക. നമ്മൾ അച്ച് എണ്ണയിൽ നിന്ന് എടുക്കുന്ന വഴി നമുക്ക് ഇതിലൊന്ന് പ്രസ് ചെയ്തിട്ട് വേണം മാവിൽ മുക്കാൻ. അല്ലാന്നുണ്ടെങ്കിൽ എണ്ണയെല്ലാം മാവിൽ വന്നിട്ട് മാവ് ചീത്തയായി. ഇനിയിപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ അച്ചെടുത്ത് മാവിൽ മുക്കാം. മാവിൽ മുക്കുമ്പം ഭാഗം മാത്രം മുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിനുശേഷം കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മളിങ്ങനെ പ്രസ് ചെയ്യുമ്പം നമ്മുടെ അച്ചപ്പം താഴേക്ക് വീഴും. ഇനി അഥവാ വീണില്ല എന്നുണ്ടെങ്കിൽ ഒരു ഈർക്കിലോ ഒരു ഫോർക്കോ വെച്ചിട്ട് അതൊന്ന് പ്രസ് ചെയ്തിടുക. അപ്പം എല്ലാം ഇതുപോലെ കുത്തിയിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അതുപോലെ ഈ അച്ചപ്പത്തിൻ്റെ പ്രത്യേകത, ഇത് ഒരുപാട് നേരം ഇട്ടങ്ങ് ബ്രൗൺ നിറം ആക്കരുത്. ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ നിറമാകുന്ന വരെ ഇതൊന്ന് ഫ്രൈ ചെയ്താൽ മതി. പക്ഷേ ഇത് ക്രിസ്പി ആകും വേണം. അപ്പോൾ 2 സൈഡും തിരിച്ചു മറിച്ചു വിട്ട് ചെറുതീയിലിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ വളരെ സിമ്പിളാണ്. ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട ഈ മാവ്. അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു കുക്കീസാണ്. അപ്പോൾ ഇത് ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ക്രിസ്മസ് റെസിപ്പിയാണ്. ഇതുപോലെ ഒരുപാട് റെസിപ്പികൾ സ്വീഡനിൽ ഉണ്ട്. അപ്പം കുറേയൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഓരോന്നായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. എല്ലാം ക്രിസ്മസ് സ്പെഷ്യലാണ്. അപ്പോൾ നമ്മൾ വീണ്ടും മുക്കാൻ നേരത്ത് വീണ്ടും ഈ അച്ച് നന്നായിട്ട് എണ്ണയിൽ മുക്കി ചൂടാക്കിയിട്ട് വേണം നമ്മൾ ബാമിലേക്ക് മുക്കാൻ. അപ്പോൾ ഇതുപോലെ മുക്കിയിട്ട് എല്ലാം ചുട്ടെടുക്കാം. നമ്മുടെ ട്രഡീഷണൽ കേരള സ്റ്റൈലിലുള്ള അച്ചപ്പത്തിൻ്റെ റെസിപ്പി നമ്മളിതിന് മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പേര് ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളതാണ്. അപ്പോൾ അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി കുക്കീസാണ്. ഇത് ക്രിസ്മസ് ടൈമിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും ഇഷ്ടമാവും. ഇത് നല്ല സോഫ്റ്റാണ്, ലൈറ്റ് വെയിറ്റ് ആണ്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. നമ്മുടെ നാട്ടിലെ അച്ചപ്പത്തിൻ്റെ ടേസ്റ്റിനെക്കാട്ടിലും ഒന്നുകൂടെ അടിപൊളിയാണ്. നമ്മളിതിൽ വാനില എസൻസ് ഒക്കെ ചേർക്കുന്ന കാരണം. അപ്പോൾ ഇതുപോലെ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ഇനി ഇതിൽ കുറച്ച് പൊടിച്ച പഞ്ചസാര ഒന്ന് ഡസ്റ്റ് ചെയ്തിട്ടാണ് ഇവിടെ ഇവർ സെർവ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മാവിൽ കുറച്ച് മധുരം ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് നല്ല ടേസ്റ്റാണ്. ഇനി ഇവിടെയൊക്കെ ആൾക്കാർ മാവിൽ മധുരം ഇടാതെ ഇതുപോലെ പഞ്ചസാര ഇങ്ങനെ ഡസ്റ്റ് ചെയ്തിട്ടാണ് ഇത് കഴിക്കാറ്. അതുപോലെ തന്നെ ചോക്ലേറ്റിലും ഒക്കെ ഡിപ്പ് ചെയ്തും ഇത് കഴിക്കാറുണ്ട്.
അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ക്രിസ്മസിന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. എല്ലാവരുടെ വീട്ടിൽ അച്ചപ്പം അതിൻ്റെ അച്ചുണ്ടാകും. അപ്പോൾ ഞാൻ ഈ അച്ച് വാങ്ങിച്ചിട്ടുള്ളത് ആമസോണിൽ നിന്നാണ്. അപ്പം സ്വീഡനിൽ പുതിയതായിട്ട് ഇപ്പം ആമസോൺ സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പം ഒരുപാട് ഇവിടെ കിട്ടാത്ത സാധനങ്ങളൊക്കെ അതിലുണ്ട്. അപ്പം ഓരോന്നായിട്ട് ഇങ്ങനെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൂടുതൽ സ്വീഡിഷ് ക്രിസ്മസ് റെസിപ്പികൾ നമ്മൾ അപ്ലോഡ് ചെയ്യും. അപ്പോൾ നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് കൂടുതൽ റെസിപ്പീസ് അപ്ലോഡ് ചെയ്യാനുള്ളത് കിട്ടുക. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനോടെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയ റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്